ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹർഷ എത്തിയ പാടെ എന്താ നിങ്ങൾ ഇതുവരെ ഉറങ്ങാത്ത എന്ന ചോദ്യമായിരിക്കുന്നു കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ ഈ കുഞ്ഞമ്മ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഉപദേശിച്ച് നേരാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന മഞ്ചാടി സത്യം വെളിപ്പെടുത്തണം കേട്ടോ. അതങ്ങ് കേൾക്കുമ്പോൾ ഹർഷക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം കേട്ടോ. എന്തിനാ കുഞ്ഞമ്മ ഇവളുടെ പേരൻസ് ഉത്തരവാദിത്തം നിങ്ങളെ ഏറ്റെടുക്കുന്നത്? അത് കേട്ട ഉടനെ തന്നെ അല്ല, ഞാൻ ഇവൾക്ക് കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവളുടെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ കല്യാണം കഴിഞ്ഞ് എങ്ങനെ പ്രതിസന്ധികൾ നേരിടാൻ എങ്ങനെയാണെന്ന് അവൾക്ക് ചെയ്യിപ്പിക്കാനും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞമ്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. എന്നിട്ട് മഞ്ചാടി പറയണേ, ഈ കുഞ്ഞമ്മ ഇവിടെ കിടക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം, അതായത് എനിക്ക് പേടിയാവെന്ന് കരുതിയിട്ടാണ് ഇവരോട് വരാൻ പറഞ്ഞത്. എന്തായാലും ഇനി ഇവരിവിടെ നിന്ന് പോയിക്കോട്ടെ, ഞാൻ നിനക്ക് ഉറങ്ങുന്നത് വരെ ഇവിടെ ഇരിക്കാം, അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിലോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ കുഞ്ഞമ്മക്ക്. എന്നാൽ ഈ സമയമാണെങ്കിലും മഞ്ചാടി താങ്ക്സ് ഉണ്ട് എന്ന് പറയണേ. അങ്ങനെ ഹർഷ മഞ്ചാടിയുടെ തൊട്ടരികിലോട്ട് വരികയാണ്. എന്നാൽ പോകുന്ന സമയത്ത് കുഞ്ഞമ്മയോട് പറയുന്നുണ്ട്, വീട്ടിന് വെള്ളം കുടിക്കാൻ വേണം, അത് ടാബ്ലിൽ വെച്ചിട്ടുണ്ട്, അത് റൂമിൽ കൊണ്ടുവെക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹർഷ എന്തൊക്കെയോ പറയാൻ വേണ്ടി മഞ്ചാടിയുടെ അരികത്തോട്ട് എത്തുമ്പോൾ മഞ്ചാടി പറയാണ്, ചേച്ചിയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട്. ആ ഉണ്ടല്ലോ, എന്നാൽ എനിക്കൊന്നും തരുമോ? കാരണം ആ ബാബു ഏട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവരാജ്യമായി ഒന്ന് സംസാരിക്കാം, അതിനെ തമ്മോളെ ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ചാടിക്ക് ഇങ്ങനെ മനസ്സ് തുള്ളിയും കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കണ്ട ജീവരാജനെ വിളിക്കാൻ വേണ്ടി. അങ്ങനെ മഞ്ചാടി ജീവരാജനെ വിളിക്കുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട ഹർഷക്ക് ഒരുപാട് സന്തോഷമാവാണ്. പിന്നീട് രവിയാണ് കാണിക്കുന്നത്. രവി ആരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രവി പറയണം, ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, അനന്തമാഷിന്റെ മകള് ഇവിടെ കെട്ടിയിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, എന്തായാലും ഞാൻ എന്നെ കൊണ്ട് പരമാവധി പറ്റുന്നത് പോലെ മഞ്ചാടിയെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരോ കഥകിൽ തട്ടുന്നു കേട്ടോ. അത് കേട്ടോടെ തന്നെ രവി പറയണേ, എന്തായാലും ഫോൺ വെച്ചേക്ക്, ആരോ കഥകിൽ തട്ടുന്നുണ്ട്, അത് ഹർഷയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് ഇത് വരുന്ന ഹർഷയെന്ന് പറഞ്ഞ് ഡോറ് തുറക്കുമ്പോൾ കുഞ്ഞുമയായിരിക്കൂട്ടെ കാണുക. അങ്ങനെ കുഞ്ഞുമയെ കണ്ടോടും തന്നെ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ രവി, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ആ കുട്ടിയെ ഉപദേശിക്കാൻ നോക്കുമ്പോഴേക്കും ആ കുട്ടി വിളഞ്ഞ വിത്താണ്, അതിനെ അങ്ങ് പിടിച്ചു കെട്ടാനൊന്നും പറ്റത്തില്ല, അത് അതിന്റെ തന്നിഷ്ടത്തിന് തന്നെ പോവും, അത് വേറൊരു സാധനമാണ്. അപ്പോഴേക്കും ഹർഷ അവിടെ എത്തിയെന്ന് പറയണേട്ടോ. എന്തായാലും ആ സുശീലയുടെ പിടിയിൽ നിന്നും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു, അതിന് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, വേറെ വല്ല വഴികൾ നോക്കേണ്ടി വരും എന്ന് രവിയോട് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് സുശീലയാണ്. സുശീല പിറ്റേ ദിവസം രാവിലെ മുരുകനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ മുരുകനോട് പറയാണ്, എന്തായി കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ മുരുകൻ ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ജീവരാജനെയും വെച്ച് വിലപേശാനുള്ള പരിപാടിക്കാണോ മഞ്ചാടിയെയും ജീവരാജനെയും നിങ്ങളെ രക്ഷിച്ചത്? ഒരിക്കലും അങ്ങനെയല്ല. സുശീലയ്ക്ക് ഉപകാരമുള്ള കാര്യത്തിന് തന്നെ സുശീല ഇറങ്ങത്തുള്ളൂ, അതിനീ പറഞ്ഞത് ശരി തന്നെ. പക്ഷെ ഇപ്പൊ സുശീല അതല്ല ചെയ്യുന്നത്. ഇപ്പൊ സുശീല ആ കുട്ടികളെ ഒന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സുശീലയുടെ ലക്ഷ്യമുള്ളൂ. പിന്നെ എനിക്ക് ഉപകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ അവരുടെ ആളുകളൊന്നും അതിന് വഴങ്ങുന്നില്ല, അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറയാനിട്ടോ. പിന്നീട് സുശീല പറയണേ, എന്തായാലും ഒരിക്കൽ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ഞാൻ ആ വള തന്നിരുന്നല്ലോ, അത് നീ സുധന്റെ കൈകളിലാണ് കൊടുത്തത്. അതെ, അതിനെന്താ പ്രശ്നം? ആന്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല, ആ വള ഞാനാണ് തന്നതെന്ന് നീ സുധനോട് പറഞ്ഞു. അങ്ങനെയുള്ള പണികളൊന്നും ഞാൻ ആന്റി ചെയ്യില്ല, ആര് തന്നു എന്നൊന്നും ഞാൻ പറയാൻ നിന്നിട്ടില്ല. എന്താ ആന്റി, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നീ എന്തായാലും ആ വള തിരികെ എടുക്ക്. അതെന്തിനാ ആന്റി ഇപ്പൊ തിരികെ എടുക്കുന്ന? അല്ല നിന്റെയില് അല്ല ആന്റി, അപ്പൊ അതിന് പണം വേണ്ടേ? നീയല്ല ഇപ്പൊ പറഞ്ഞത് 25,000 രൂപ എന്റെ കയ്യിലുണ്ടെന്ന്, താലി മേടിക്കാനുള്ള പണം ഉണ്ടെന്നൊക്കെ നീ എന്നോട് പറഞ്ഞതല്ലേ? പറഞ്ഞു. എന്നാൽ ആ പണം വെച്ചിട്ട് നീ അങ്ങ് എടുക്ക്, എന്നിട്ട് ആ വള നീ കിട്ടിയതിന് ശേഷം അത് അങ്ങ് വിൽക്കാൻ ശ്രമിക്ക്, വിറ്റാൽ നല്ലൊരു തുക കിട്ടും, ഈ പറയുന്നതിനേക്കാൾ തുക കിട്ടും, അപ്പൊ അത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശരി ആന്റി പറഞ്ഞതുപോലെ. അല്ല ഇവരുടെ കല്യാണം ഏതമ്പലത്തിൽ വെച്ചാണ് നടത്തുന്നത്? അത് കേൾക്കുന്ന സുശീല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കാരണം ഞാൻ നിന്നോട് എവിടെ വെച്ചാണ് കല്യാണം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് പുറത്തു വരികയോ വെളി വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് ബുദ്ധിമുട്ടാണ്. ആ കല്യാണം മുടക്കാൻ പല ആളുകളും ഉണ്ടാവും. എപ്പോഴും അവളുടെ വീട്ടുകാർ മഞ്ചാടിയെ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പൊ അത് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. എന്നാ ശരി, അപ്പൊ ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട, അവളെ വിറ്റിട്ട് ആ പൈസയുമായി നീ എത്താൻ നോക്ക് എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ മുരുകൻ പോകുന്നത് നേരെ സുധന്റെ അടുത്തോട്ടാണ്. അപ്പൊ സുധനോട് കാര്യങ്ങൾ
കാര്യങ്ങൾ പറയുമ്പോൾ സുധൻ പറയണേ നീ എന്ത് പണിയാണ് ഈ പറയുന്നത്? ഇപ്പൊ പെട്ടെന്ന് വളമൊക്കെ ചോദിച്ചാൽ അതെങ്ങനെ കിട്ടാനാണ്? എന്താ കിട്ടാവുക? പൈസയും പലിശയും കൊടുത്ത തീർച്ചയായും ആ വള കിട്ടത്തില്ലേ എന്ന് മുരുകൻ സുധനോട് പറയുമ്പോൾ അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ആള് ഇവിടെ ഇല്ലല്ലോ, ആള് വേറൊരു രാജ്യത്തോട്ട് പോയിക്കാണ്, അയാള് വിദേശത്താണ്, അയാൾ വന്നെങ്കിലല്ലേ വള കിട്ടത്തുള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് അർജന്റാണ്. നീയല്ലേ, നീ ആർക്കോ കൂട്ടുകാരനോ ആർക്കോ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്, ആളാരാണെന്ന് പറയോ? ഈ വള തന്ന ആളാരാണ്? അതെന്തായാലും നിങ്ങൾ അറിയണ്ട, അതെനിക്കൊരു ആവശ്യപ്പെട്ട ഒരു കൂട്ടുകാരൻ തന്നെയാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ. ഇപ്പൊ എനിക്ക് ആ വള വേണം, ആ വള വിറ്റിട്ട് അത് ആ ക്യാഷുമായി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ നീ പറയുന്നത്? അതെ, അത് വിറ്റിട്ട് പെട്ടെന്ന് അങ്കിള് എനിക്ക് ആ ക്യാഷ് തരാൻ നോക്കാം. അതെന്തായാലും ഇപ്പൊ പറ്റത്തില്ല, 1 മാസം കഴിയണം. അത് കേട്ട ഉടൻ തന്നെ സുധൻ പറയണ 1 മാസം കഴിഞ്ഞാൽ ഞാൻ സംഘടിപ്പിച്ചു തരാം, അപ്പോഴേക്കും ആള് നാട്ടിലെത്തും. എന്നാ പിന്നെ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ വിളച്ചിൽ വേണ്ട. ഇതേ അടവുകൾ ഇനിയും പറയുകയാണെങ്കിൽ തീർച്ചയായും എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞ് മുരുകൻ സുധന്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ സുധൻ ആകെ കിളി പോവാണ് കേട്ടോ. ഈശ്വര, ഞാൻ സംശയിച്ചതുപോലെ നീ സുശീലയല്ല ആ വള കൊടുത്തിരിക്കുന്നത്. ആ വളയാണെങ്കിലോ എൻ്റെ മകൾക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. എൻ്റെ മകളിൽ നിന്ന് ആ വള തിരിച്ചു വാങ്ങിയത് തീർച്ചയായും ഒരു വലിയൊരു യുദ്ധം സുശീല ആ വള വെച്ചുണ്ടാക്കും എന്നും സുധൻ പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ സത്യനെയും സോനയാണ് കാണിക്കുന്നത്. അവര് അനുവിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, ബെല്ലടിക്കുകയാണ്. അപ്പൊ ഭാനുമ്മ ഉണ്ട്. അപ്പൊ ഭാനുമ്മയെ കണ്ടോടെ തന്നെ ആഹാ മക്കളോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അനുഭവം പുറത്തു വരികയാണ്. അപ്പോൾ തന്നെ സത്യ നീ ഇടക്ക് വരാറുണ്ട്, സോന യാദൃശികമാണല്ലോ. അത് കേട്ട് സോന പറയണേ വരണം തോന്നും, പിന്നെ മനസ്സിന് സുഖമില്ല, ഓരോ പ്രശ്നങ്ങളല്ല, അത് കേൾക്കുമ്പോൾ വരാൻ തോന്നത്തില്ല. അത് കേട്ട ഉടനെ എന്തായാലും നീ എത്തിയല്ലോ, എന്താ വിശേഷിച്ച്? അല്ല, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അതിന്റെ സത്യാവസ്ഥ അറിയാനാണ്. മഞ്ചാടിയുടെ പ്രശ്നങ്ങൾ, അമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ ഏട്ടന്റെ വാക്ക് കേൾക്കുമ്പോൾ അവരൊരു നല്ല കാര്യം ചെയ്തു എന്ന വാക്കാണ് അവരുടെ ഇടയിലുള്ളത്. നിന്റെ ഏട്ടൻ എപ്പോഴും നല്ല കാര്യമല്ലേ, കാരണം നല്ല കാര്യം ചെയ്യുന്നത് നിന്റെ അമ്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ഏട്ടൻ ഇന്നേ വരെ ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സത്യം വെളിപ്പെടുത്താം, ഇവിടെ നിങ്ങളുടെ അമ്മ വന്നിരുന്നു, എന്റെ മഞ്ചടിയെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് പറയാം. ആ കട കിട്ടാൻ വേണ്ടി, ചെറിയൊരു വിലപേശാൻ വേണ്ടിയാണ് എന്റെ അനിയത്തിയുടെ കല്യാണം നടത്തിയിട്ട് എന്നിൽ നിന്നും ആ കട തട്ടിയെടുക്കാനും എൻ്റെ അച്ഛനെ അവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കാനുമാണ് എന്നൊക്കെയുള്ള സത്യം പറയുന്നിട്ട്. അതൊക്കെ കേട്ട സത്യനും സോനയും പറയണേ എങ്കിൽ മഞ്ചാടിയെ ഞങ്ങൾക്ക് കാണണം, മഞ്ചാടിയുമായി അമ്മയുടെ പ്ലാൻ എന്താണെന്ന് അവളുടെ മുന്നിൽ ഞങ്ങൾക്ക് വ്യക്തമാക്കണം, ഇനിയധികം വൈകിക്കാൻ പറ്റത്തില്ല. അത് കേൾക്കുന്ന അനുവും പറയണ അതിനെ ഹർഷയുടെ വീട്ടിലല്ലേ, അവൾ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ലല്ലോ. അത് കേട്ട സത്യം പറയണ ഹർഷയുടെ വീട്ടിൽ തന്നെയാണ്, ഹർഷയുടെ സംരക്ഷണത്തിലാണ്, കാണാനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഡേയും അനിതയാണ് കാണിക്കുന്നത്. ആ സമയം ശബരിയും രാമനാഥനും ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഇങ്ങനെ ചായ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡയെ പറയാണ്, അല്ല ഈ വാസന്തി ചേച്ചി ഞാൻ വരുന്നതിന് മുന്നേയും ഇതുപോലെ ജോലിക്ക് പോയിരുന്നോ? അത് കേൾക്കുന്ന അനിത പറയാ, ഇല്ല ഇപ്പൊ തുടങ്ങിയതാണ്, ഞാനും നീയും ശബരിയുടെ കമ്പനിയിലോട്ട് പോയ ആ പ്രതികാരമാണ് അവർക്കിടയിൽ. അപ്പൊ എന്തായാലും വസന്തി ചേച്ചി ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ തേങ്ങനെ അനിതയോട് പറയുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ധനേട്ടന് ഈ ഒരു ജോലിക്ക് പോകുന്നത് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ദയ അതെങ്ങനെ അനുദേശിക്കറിയാം, ഇന്നലെ അച്ഛനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. എന്നാൽ അവരുടെ ഇടയിൽ ഇനി നമുക്കൊരു വിള്ളലുണ്ടാക്കണം, നമുക്കിടയിൽ അവർ വിള്ളലുണ്ടാക്കുന്നെങ്കിൽ അവർക്കിടയിലും വിള്ളലുണ്ടാക്കണം, എന്നാലാണ് ജീവിതം എന്തെന്ന് അവർ മനസ്സിലാക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് എത്രമാത്രം വേദനയുണ്ടെന്ന് അവർ മനസ്സിലാക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനിതയോട് പറയുമ്പോൾ ആരോ ബെല്ലടിക്കുന്നു. അപ്പോഴേക്കും ശബരി പറയാം, അച്ഛൻ ഞാൻ നോക്കിക്കൊള്ളാം. താൻ നോക്കാൻ വേണ്ടി എത്തുമ്പോഴേക്കും സുശീലയെ കാണുന്ന ശബരി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്നു. ഇത് കണ്ടിടുന്ന സുശീല ഞാനാണ് എന്ന് പറയുന്നു കേട്ടോ. ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വന്നത്. അപ്പോഴേക്കും സുശീല അകത്തോട്ട് ഇടിച്ചു കയറിയിരിക്കുകയാണ് കേട്ടോ. വാ ആന്റി എന്ന് പറഞ്ഞ് ശബരി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാമനാഥൻ, എന്താ സുശീല ഈ വഴിക്കൊക്കെ വന്നിരിക്കുന്നത്, എന്തെങ്കിലും വിശേഷമുണ്ടോ? അതെന്താ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ എനിക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് പറയണോ? അപ്പോഴേക്കും ദയ ഓടി വരാൻ കേട്ടോ. ദയക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. ഇതേ സമയം സുശീല പറയണേ, ഞാനേ മഞ്ചാടിയുടെ കാര്യത്തിൽ ചില ഓട്ടപ്പാച്ചിലൊക്കെ നടത്തേണ്ടി വന്നു. ആ മാഷിനാണെങ്കിൽ അവരുടെ മകളെ ആവശ്യമില്ല, അവർക്കാണെങ്കിൽ യാതൊരു കോസലില്ല, തന്നിഷ്ടത്തിന് ആ മകളെ ഇറങ്ങിപ്പോയി, പക്ഷെ അവർക്ക് അതൊന്നും ബാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇതൊന്നല്ലല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതല്ലേ എന്ന് പറയുമ്പോഴേക്കും ദയക്കങ്ങ് ദേഷ്യം പിടിക്കാനായിട്ട്, എൻ്റെ അച്ഛനെ ബാധിക്കുന്നോ ബാധിക്കാത്തോ നിങ്ങൾ അറിയണ്ട, നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നതിന്, മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഒന്ന് പോവാൻ
പറയും ശബരി കേട്ടാ. അപ്പോഴേക്കും രാമനാഥന്റെ മുന്നിൽ വെച്ച് സുശീല പറയണേ, അതെ ഞാൻ വന്നത് ഈ രാമനാഥനെ കാണാൻ വേണ്ടിയാണ്, അതിനെന്താ നിനക്ക് കുഴപ്പം? അപ്പോഴേക്കും ശബരി പറയും മിണ്ടാതിരിക്കുന്നേ. അപ്പോൾ രാമനാഥൻ പറയുന്ന മോളെ നീ അടങ്ങ്, അവരെന്തിനാ വന്നതെന്ന് അവര് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. വീട്ടിൽ വന്ന അതിഥികളെ ഒരിക്കലും നമ്മള് പറഞ്ഞു വിടാൻ പാടില്ല. അവര് എന്ത് വന്നാലും അവരുടെ ആവശ്യം എന്താ ചെങ്ങ പറഞ്ഞ് നമുക്ക് കേൾക്കാം, അത്രയേ ഉള്ളൂ. അത് കേൾക്കുന്ന ദയക്ക് അങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ദയ വീണ്ടും കിച്ചണിന്റെ അകത്തോട്ട് പോയിട്ട് പിന്നീട് അവിടുന്ന് എത്തിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഉടൻ തന്നെ രാമനാഥൻ ചോദിക്കാണ്, എന്തിനാ നിങ്ങൾ വന്നത്? അത് കേട്ട ഉടൻ തന്നെ ശബരിയും വേഗം വന്ന കാര്യം പറഞ്ഞിട്ട് പോയിക്കോളൂ, ഉടൻ തന്നെ ഞാനൊരു കല്യാണ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇത് കേട്ട രാമനാഥൻ, അതിന് നിങ്ങൾക്ക് മക്കളൊന്നും ഇല്ലല്ലോ, 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞല്ലോ എന്നിങ്ങനെ ഉടൻ തന്നെ രാമനാഥൻ പറഞ്ഞ ഉടൻ തന്നെ സുശീല പറയണേ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എന്റെ ഇന്ദ്രനാണ് ഇപ്പൊ പെണ്ണില്ലാതെ നിൽക്കുന്നത്. എന്നാൽ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പേടിപ്പെടുത്തുന്ന പോലെ ആ വാക്കുകൾ അങ്ങ് പറഞ്ഞതിന് ശേഷം, ഇന്ദ്രൻ എന്തായാലും ഞങ്ങൾ കല്യാണം കഴിപ്പിക്കില്ല, അതത്ര തരം താഴ്ന്ന പ്രവൃത്തിക്കൊന്നും ഞാൻ നിൽക്കില്ല, ഞാൻ വേറൊരാളുടെ കല്യാണം നടത്താനാണ്. നാളെയാണ് കല്യാണം, നാളെ രാമനാഥൻ കല്യാണത്തിന് വരണം കേട്ടോ, അത് പറയാനാണ്. അത് കേൾക്കുന്ന രാമനാഥൻ, കല്യാണം ആരുടേതെന്ന് പറയാതെ കല്യാണത്തിന് ഞാൻ എന്തിനാ വരേണ്ട ആവശ്യം, ആരുടേതെന്ന് വെളിപ്പെടുത്തോ? അതെ മഞ്ചാടിയുടെ കല്യാണമാണ്, നാളെ താലികെട്ടാണ്, അവരുടെ താലികെട്ട് നടത്താണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ദയ ആകെ ഞെട്ടിപ്പോണ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്.